ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദ് ഉതിയ അലയ്യ 80 സന. എനിക്ക് 83 വയസ്സായി. 80 വയസ്സോളമായി. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ 2 കണ്ണിൽ ഒരു കണ്ണിന്റെ കാഴ്ച മുഴുവനും പോയി. വദഹബത് ഇഹ്ദാ ഐനൈ വഅന അയ്ശു ബിൽ ഉഖ്റാ. മറ്റേ കണ്ണിന്റെ കാഴ്ച പോകാറയായി. പക്ഷേ വഅൻ അഖൂഫ മാ അഖാഫു അലാ നഫ്സി ഫിത്നത്തിൻ നിസാ. 80 വയസ്സായ താടിയും മുടിയും നരച്ച അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനര് പറയുന്നു, മദീനയിലെ മുദരിസ പറയുന്നത്, 80 വയസ്സായി താടി നിരച്ചു. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആബിദായ മനുഷ്യൻ മാത്രമല്ല, പണ്ഡിത കുലപതിയായ ആലിമാണ് പറയുന്നത്, എന്റെ നഫ്സിൽ ഞാൻ ഏറ്റവും പേടിക്കുന്ന വിഷയം പെണ്ണിന്റെ വിഷയമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സ്വഹാബാക്കളിൽ പ്രമുഖനായ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസ്നിയ വ അസ്രിഖു ഫഖീൽ. ഞാൻ ഖത്തീബായതുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഞാൻ അങ്ങനെയുള്ള ആളെ അല്ല. നിങ്ങൾ പറയുന്നു നിങ്ങൾ സമൂഹത്തിന്റെ ഉന്നതന്മാരാണ്, പ്രായമായി 3-4 മക്കളായി, ഞാൻ ഒരു കുടുംബനാഥനെ, അങ്ങനെ ഒരു ചിന്തയില്ല ഉസ്താദ് എന്ന് പറയുന്നവർ അങ്ങനെ പറയുന്ന നുണയാണെന്നാണ്. മനുഷ്യന്റെ മനസ്സാണെങ്കിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് ദീനിൽ ചില നിയമങ്ങൾ അള്ളാഹു വെച്ചിരിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ അൻ അസ്നിയ. എന്നെ ഒരു വ്യഭിചാരിയാകുന്നതിൽ നിന്ന്, ഞാനൊരു വ്യഭിചാരിയാകുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. വസിരിഖു, ഞാനൊരു മോഷ്ടാവാകുന്നതിനെ തൊട്ട് നീ എന്നെ കാക്കണമല്ലാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രായമായി. ചോദിച്ചു, കബുറ സിന്നുക വ അന്ത സ്വാഹിബു റസൂലില്ലാഹ്. അങ്ങക്ക് കുറെ പ്രായമായല്ലോ അബൂ ഹുറൈറ, ഒരുപാട് ഹദീസുകൾ അങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അബൂ ഹുറൈറ. അത്തഖാഫു അലാ നഫ്സിക മിനസ് സിനാ വസ്സരിഖാ. അങ്ങ് വ്യഭിചാരത്തിനെയും കളവിനെയും ഭയപ്പെടുകയാണോ? അങ്ങ് ഇത്ര വലിയൊരു മഹാനായിട്ട്, അങ്ങ് ഇത്ര വലിയൊരു പണ്ഡിതനായിട്ട്, അങ്ങ് ഇത്ര വലിയൊരു കേമനായ സ്വഹാബിയായിട്ട് അങ്ങ് ഭയപ്പെടുകയാണോ അബൂ ഹുറൈറ? ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നൊരു മറുപടിയുണ്ട്. കൈഫ ആമനു അലാ നഫ്സി. എങ്ങനെയാണ് എൻ്റെ ശരീരം നിർഭയത്വമാവുക? വ ഇബ്ലീസു ഹയ്യോ. ഇബ്ലീസ് ജീവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് നിർഭയനാവുക? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, വ്യഭിചാരത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നമ്മളെ കാക്കുമാറാവട്ടെ. പെണ്ണിന്റെ വിഷയത്തിൽ കുടുങ്ങുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. സാധാരണക്കാരല്ല, പണ്ഡിതന്മാര് പോലും, ഹാജിയാക്കന്മാര് പോലും, വലിയ കാരണവന്മാര് പോലും പെട്ടുപോകുന്ന ഈ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആന്റെ ചില ആയത്തുകൾ നമ്മൾ പഠിക്കേണ്ടത്. ഇസ്ലാം പെണ്ണിനെ മൂടി വെക്കുന്നത്, ഇസ്ലാം പെണ്ണിനെ സ്ഥാനം കൊടുക്കാത്തത് കൊണ്ടല്ല. ഇപ്പൊ ഹേമ കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ടിൽ 250 പേജിന്റെ താഴെ 300 പേജ് ഉണ്ടായിരുന്നു എന്നാണ് പത്രവാർത്ത. അതിലെത്രയോ വെട്ടിക്കുറച്ചിട്ട് 233 പേജ് ഉണ്ട് എന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടി വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൽ ഭൂരിഭാഗം വരുന്ന പേജുകളിലും വരുന്ന വാർത്തകൾ അതിഗുരുതരമായ വാർത്തയാണ്. വർത്തമാന കാലഘട്ടത്തിലെ പത്രമാധ്യമങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സിനിമാ നടിമാരും പറയുന്നുണ്ട്, എനിക്കും ആ അനുഭവമുണ്ട്. വിശുദ്ധമായ ഖുർആൻ കേട്ടോ. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു വിശുദ്ധമായ ഇസ്ലാമിൽ പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനം എന്തെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖളീം
ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെണ്ണിനെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹബീബായ തങ്ങൾ മക്കയിൽ ഭൂജാതനാകുന്നതിന് മുമ്പ് മക്കയുടെ മണലാരുണ്യത്തിൽ ഇന്നും പോയാൽ മക്കയിൽ നിങ്ങൾക്ക് കാണാം കെട്ടിടങ്ങളുടെ ഇടയിൽ ഒരു കെട്ടിടം മാത്രം പണിയാനുള്ള നല്ല സ്ഥലം ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറുള്ളത്. ഉംറയ്ക്ക് പോകുന്നവരൊക്കെ പോയി കാണാറുണ്ട്.